വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് ബിരിയാണിക്കും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഇരിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 400 ഗ്രാമോളം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി അതിൽ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് എടുത്തു വെക്കുക. ഇനി ചിക്കനിലേക്ക് നമുക്ക് പൊടിയായിട്ട് കട്ട് ചെയ്ത സവാള 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തത് അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 തുള്ളി റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി. ഒട്ടും നിർബന്ധമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ചേർക്കേ വേണ്ട. ചേർക്കാതെ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഫോട്ടോയിലൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ഒരല്പം ചേർത്തതാണ്. അപ്പോൾ ഫുഡ് കളറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. എന്നിട്ട് 1 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഇതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് ഏതായാലും ഫ്രിഡ്ജിലേക്ക് മാറ്റാണ്. 1 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതിയാവും. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ചേർക്കരുത്. അപ്പോൾ അത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ചേർക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കാതെ ഡയറക്റ്റ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ നേരത്തെ മസാല പുരട്ടിയില്ല, ആ സമയത്ത് തന്നെ കോൺഫ്ലോർ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് മിക്സ് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഷാലോ ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഒന്നുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക നമ്മൾ ഇതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. വേണമെങ്കിൽ ഫ്രൈയിങ് പാനിൽ ഇട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ മുഴുവനും എണ്ണയിൽ ഇതുപോലെ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിക്കൻ കരിഞ്ഞു പോകും. അതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണെങ്കിൽ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ചിലപ്പോൾ എണ്ണ കുടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗവും കൂടി നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കിനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള ചിക്കനും ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കറുമുറാന്നിരിക്കുന്ന ചിക്കൻ ഫ്രൈ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്